ഹൈ ഗൈസ്, ഞങ്ങൾ നമ്മുടെ വൺ ബ്ലോക്കിലെ എത്രയാമത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11 തോന്നുന്നു, 11 12 അങ്ങനെ തോന്നുന്നു ഗൈസ്. ഞാൻ മറന്നു. കാരണം കുറേ നാളെ ഈ വൺ ബ്ലോക്കിലും എൻ്റെ പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേയിലൊക്കെ വീഡിയോ ഉണ്ട് ഗൈസ്. അത് പരീക്ഷയായിട്ട് ഗൈസ് അറിയാലോ, കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടി. കാരണം പഠിക്കാനൊക്കെ ഗൈസ് അല്ലേ, പൊട്ടിയാ വീട്ടിൽ കയറ്റൂല, PC എല്ലാം പോകും ഗൈസ്. അതുകൊണ്ട് കുറച്ച് പഠിച്ചിട്ട് കുറച്ച് ജയിക്കാനുള്ള മാർക്കെല്ലാം മേടിക്കും ഗൈസ്. അതുകൊണ്ട് കുറച്ച് നേരം പഠിപ്പായതുകൊണ്ട് ഗൈസ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്ന. പിന്നെ വെക്കേഷന് മൊത്തം വീഡിയോ ഇടും ഗൈസ്. അതുവരെയും വീഡിയോ കുറവായിരിക്കും. ഒരു മാസത്തിലൊക്കെ 1-2 ഒക്കെ വന്ന് അങ്ങനെ ഇരിക്കും ഗൈസ്. അപ്പൊ ഈ വീഡിയോന് എപ്പോ ഒരു അറിയില്ല, ചിലപ്പോൾ വെക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോസ് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. അതിനു മുമ്പ് ഞാൻ ഒരു സംഭവം കാണിച്ചത് ഗൈസ്. 3, 2, 1 യോ ഗൈസ്, കസീനൊക്കെ 1K സബ്ബായി പിന്നെ ഒരു സർപ്രൈസ് കൊടുത്താണ് ഗൈസ്. അവർ ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്ത് വീഡിയോ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്. അപ്പൊ അവനെ ഇടക്കുന്ന് വേൾഡിൽ കയറി വന്നു. ഞാൻ എന്തോ ഇങ്ങനെ സസ്സായിട്ട് എന്തോ ഉണ്ടാക്കണായിട്ട് അവൻ വീഡിയോയിൽ ഇടക്ക് കയറി വന്നു ഗൈസ്. അത് മൊത്തം കണ്ട്. അതുകൊണ്ട് പിന്നെ സർപ്രൈസ് ആക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ കുറേ ചേഞ്ച് ആയി വരുത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടെ കണ്ട ഗൈസ്, നമ്മുടെ ബ്ലോക്ക് ഒട്ടിക്കുന്ന സ്ഥലം മൊത്തം മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാണ്ട് ഗൈസ്. കാരണം ഞാൻ ഇത് ഇപ്പോ നമ്മൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതാണ് ഗൈസ്. ഇൻട്രോ കാര്യങ്ങൾ മൊത്തം റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ എന്റെ കറണ്ട് പോയി ഗൈസ്. കറണ്ട് പോയിട്ട് ഞാൻ സെഡ് ആയിരുന്നു. നോക്കുമ്പോൾ വീഡിയോ കറക്റ്റ് ആവും വീഡിയോ ഇടയിൽ കൂടി. എന്നിട്ട് ഞാൻ എന്ത് കസിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ വീഡിയോ എടുക്കുക UPS മേടിച്ചിട്ട് വീഡിയോ എടുക്കുള്ളൂ. UPS എന്ന് വെച്ചാൽ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ എടുക്കേണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ UPS എല്ലാം മേടിച്ചതുകൊണ്ട് ഇനി വീഡിയോ നമുക്ക് ഇനി പേടിക്കാൻ എടുക്കാം ഗൈസ്. കറക്റ്റ് ഒന്നും ആകില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഇൻട്രോയിൽ ചെയ്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് ഗൈസ്. ആദ്യത്ത് നമ്മൾ ഇന്റർചെസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. എനിക്കും കസിനോക്കും വേണ്ടി കുറച്ചധികം ഇന്റർചെസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്മെൽറ്റർ ആണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ച. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഓഫ് കെമിക്കൽ ഒന്നും നടന്നില്ല. പിന്നെ നമുക്ക് കുറേ നെതറൈറ്റ് ഞാൻ കാണിച്ചുതരാം ഗൈസ്. അതിനു മുമ്പ് ഞാൻ വെറുതെ കാണിച്ചുതരാം. നമ്മൾ പുതിയൊരു വീട് അതിന് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ഒരു വീടാണ് ഉണ്ടാക്കുന്ന. അയ്യോ ഓക്കെ, ഇതേ നമ്മൾ വീട് ഉണ്ടാക്കാൻ വേണ്ടി മൊത്തം മെറ്റീരിയൽസ് ഞാനും കസിനും ഓഫ് ക്യാമിൽ കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ വീട് ഉണ്ടാക്കാൻ റൂഫ് കാര്യങ്ങൾക്ക് മൊത്തം ഡീപ് സ്ലൈറ്റ് ആണ് ഗൈസ്. ഈ വേൾഡിൽ ഡീപ് സ്ലൈറ്റ് കിട്ടൂല, നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനും കസിനും ബ്ലാക്ക് സ്റ്റോൺ ആണ് മൈൻ ചെയ്തത്. ബ്ലാക്ക് സ്റ്റോൺ ആയിരുന്നു മൊത്തം കുറേ മൈൻ ചെയ്തു. കുറേ ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ നെതറൈറ്റിന്റെ കറക്റ്റ് ആ പൊസിഷനിൽ നിന്ന് നമ്മൾ മൈൻഡ് ചെയ്തത്. ഇപ്പൊ നെതറൈറ്റ് കിട്ടിക്കോട്ടെ ഗൈസ്. നമുക്ക് എത്ര നെതറൈറ്റ് കിട്ടിയെന്നാണോ ഗൈസ്. നെതറൈറ്റ് സ്ക്രാപ്പ്. 3, 2, 1 എന്റെ മോനെ കൈക്കൊണ്ടുപോയി. 59 കിട്ടിയ 58 ഗോൾഡും ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ ഇൻട്രോ എടുത്തപ്പോൾ സെറ്റ് ആക്കി വെച്ചു. അപ്പൊ കറണ്ട് പോയോണ്ട് എല്ലാം പോയി. അപ്പൊ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഞാൻ ചെയ്തത്. നമുക്കിനി വീട് ഉണ്ടാക്കാൻ കാണിക്കില്ല ഗൈസ്. കാരണം നമുക്ക് വീട് ഉണ്ടാക്കുന്നത് ബോറായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര. ഒന്നാമത് കുറെ ലെങ്തി നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വീട് ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ചധികം ലെങ്തി ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണിച്ച് ബോറാക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വീട് ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇന്ന് കുറച്ചധികം പ്ലാൻസ് ഉണ്ട് ഗൈസ്. കാരണം നമുക്ക് ഇന്ന് ഇത് മൊത്തം മൈൻ ചെയ്യണം. ഇത് മൊത്തം മൈൻ ചെയ്ത് നമുക്ക് ഇവിടെ പോർട്ടൽ വരുത്തണം ഗൈസ്. എന്റെ പോർട്ടൽ അടിയിൽ വരുത്തണം. അത് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം ചെയ്യാനുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് നമ്മളെന്താ ചെയ്തായിരുന്നു, നമ്മള് കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് നമ്മുടെ കറണ്ട് അല്ല എന്റെ KCB-ക്കാരെ ഇങ്ങനെ അല്ലേ താഴെ പോവല്ലേ. KCB-ക്കാരോട്ട് ഇങ്ങനെ വിട്ടണ്ടേ. ഓക്കെ അമ്മ ഐ ഓഫ് എൻഡർ ഉണ്ടാക്കിയല്ലേ എൻഡർപ്പേള്. അതുണ്ടാക്കിട്ടാ ഞാൻ മറന്നു പറയാൻ. ഇത് എന്റെ ഇന്റർചെസ്റ്റ് ഏതെങ്കിലും നമ്മളെ ഇന്റർചെസ്റ്റ് ആണ് ഗൈസ്. ഇത് എത്ര ഉണ്ട്? 12 ഇല്ലേ? നെതറൈറ്റ് ആക്കാം. എനിക്ക് പകുതി ഗോൾഡും പകുതി സ്ക്രാപ്പും പകുതി. അതല്ല ഇങ്ങട്ട് ഞാൻ ഉണ്ടാക്കാൻ പോയാണ്. 7 ഇങ്ങോട്ട് ഉണ്ടാക്കാം. എന്റെ മോനെ വിഷയം ഗൈസ്, വിഷയം. ഞാൻ എന്റെ ആർമർ മൊത്തം ഉരുട്ടിട്ട് അപ്ഗ്രേഡ് പണ്ണാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടൂൾസ്. ഹെൽമെറ്റ്, അയ്യോ ഇത് ആരോ മാറും. ഹെൽമെറ്റ് യോ, ചെസ്റ്റ് പ്ലേറ്റ് യോ, ലെഗിൻസ് യോ. എന്റെ മോനെ സോഡ് സെറ്റ്, പിക്ക് സെറ്റ് ഒരെണ്ണോടി പറ്റുള്ളൂ. അത് ആക്സ് ആക്കണോ ശവലാക്കണോ? ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ ഗൈസ്. ശവലാക്കി ഞാൻ ആക്സും കൂടി ആക്കാനുണ്ട്. എന്റെ മോനെ കവർ മീ വിത്ത് ഡെബ്രീസ് ഗൈസ്. നമ്മുടെ 1 ബ്ലോക്ക് ഇവിടെ വന്നപ്പോ ജസ്റ്റ് ഒരു ബ്ലോക്ക് ആയി ഗൈസ്. ആ ഒരു ബ്ലോക്കിൽ നിന്നും നമ്മള് മാറാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ 3, 2, 1 ബീജം വിട്. ഏതാണ് ഗൈസ്? ഏതാ സ്ഥാനം? സുഖല്ലേ? കാണുമ്പോ തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തോ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു വിചാരിച്ചേ. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ഈ ബ്ലാക്ക് സ്റ്റോൺ മൈൻ ചെയ്തപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടിയത്. ഞാനും ഇത് നടക്കൂലെന്ന് വിചാരിച്ചേ. പക്ഷെ
അതും ഈ ഒരു എപ്പിസോഡിൽ നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ ബ്ലോക്ക് ഒട്ടിച്ച് നമുക്ക് ഇതിനുള്ളിൽ ചെസ്റ്റിനുള്ളിൽ കിട്ടും. എന്റെ കുറച്ച് കിട്ടുവോ? കിട്ടും, അയ്യോ കിട്ടും കിട്ടും. കിട്ടും ഓക്കെ, കിട്ടും. ബപ്പത്തിക്ക നീ ഷവല് സെറ്റ് ചെയ്തായിരുന്നാ? ആ നീ അങ്ങോട്ട് പോയ ഷൾക്കർ സ്പോൺ ആയി ഇവിടെ. ആ ഷൾക്കർ സ്പോൺ ആയ ചേട്ടൻ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കണ്ടാവും. പറയാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിലാ? ഇതിന്റെ ഉള്ളിലല്ല. എവിടെ? ഞാൻ ഇതിന്റെ സൗണ്ട് കുറച്ചിട്ടേക്കായിരുന്നു കാരണമാണ്. വൈറ്റ് ഷൾക്കർ. ഓ യവനാണോ? ഇവൻ തന്നെ. അപ്പൊ ഈ സാധനം എവിടെ നിൽക്കുന്നു? അപ്പുറത്താണോ? എന്ത് സാധനം? ഇവര് മാത്രമാണോ സ്പോണായേ? ഇവ മാത്രം. ഷൾക്കർ ശരി താഴെ കിടക്കുന്നു. പോഷൻ ഇതും കിട്ടിയിരിക്കണല്ലേ. എയർ ലൈഫ് പോയി കുറച്ചു നേരം. ഞാൻ ഏതോ യൂട്യൂബറുടെ വീട്ടിൽ കണ്ടായിരുന്നു, പക്ഷെ മറന്നു ഏത് യൂട്യൂബറാണ്. ആ മോശം പട്ടി വഴിപൊട്ടിക്ക് കേറാള വഴിപൊട്ടിക്ക് വാഴേ. അയ്യോ അത് മറന്ന്, സോറി. ഷൾക്കർ ശോകം ഉണ്ടാ. ഷൾക്കറിനെ കൊല്ലി, വാഴ ഷൾക്കർ. ഇതിങ്ങനെ വെച്ചിട്ട് റീൽസ് തോണ്ടട്ടെ. ഹോട്ടൽ പെട്ടെന്നായിരിക്കൂട്ടോ വന്നത്. എന്റെ മോനെ എടാ പോലീസോ കിടിലും. ഞാൻ വാവിച്ച് പറഞ്ഞോളൂ എടാ ഇപ്പൊ വരുമെന്ന്. എന്തുവാണ് ഇത്? എന്റെ മോനെ വെറുതെ തീർന്ന സാധനം. വെള്ളടക്ക് അവിടെ മൊത്തം ഇത് മൊത്തം മൈൻഡ് ചെയ്ത് കളഞ്ഞാലോ ഇനി? നമുക്ക് അടുത്ത അപ്ഗ്രേഡ് എന്താ നോക്കാം. ആദ്യം എന്താ ഇൻഫിനിറ്റി ബ്ലോക്ക്. ഇൻഫിനിറ്റി ബ്ലോക്ക് എല്ലാ ബ്ലോക്കും ഉണ്ടെന്ന് തോന്നുന്നത് ഇതില്. ഇത് നീ മൈൻഡ് ചെയ്യണ്ട, നീ പൊക്ക. നമുക്ക് ഇത് പൊളിച്ചേ, ഇനി വേണ്ട. ഓ അങ്ങനെ 1 ബ്ലോക്ക് തീരാറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ബ്ലോക്ക് നമ്മൾ വേൾഡ് അവളോട് വരുമ്പോ അവര് പൊട്ടിച്ചാൽ മതി. അതെ, 1 ബ്ലോക്കിൽ ഇതിൽ നമുക്ക് റീപ്ലേ മോഡ് വർക്ക് ആകുന്നില്ല. സോ നമ്മളൊരു 3 to 1 ഉള്ളിൽ നമ്മൾ വീട് വരും ഗൈസ്. അപ്പൊ ലൈക്ക് അടിച്ചങ്ങ് പൊട്ടിക്ക ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിക്കും. 2 1 ഏതാ വീട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ട്രാൻസിഷൻ? ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും. എങ്ങനെയുണ്ട് എന്നല്ല നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഫസ്റ്റ് ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ദിവസം പിടിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ? അത് ഇതില് ഇൻട്രോ ഒരു ടൈം, മിഡിൽ ഒരു ടൈം, ഔട്ടർ ഒരു ടൈം, അങ്ങനെയായിരുന്നു. എല്ലാം കൂടി എല്ലാത്തിന്റെ ഇടയിൽ ഒരു 10 ദിവസം, ഒരു മാസമൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും ഗൈസ്. വീട് എങ്ങനെ അത് പറ. വീട് അത് ഒരു ട്യൂട്ടോറിയൽ നോക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയണമെന്നുണ്ട് ഗൈസ്. പക്ഷെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് ഉള്ളിൽ കയറി കാണിച്ചു കൊടുക്കണം. ആദ്യം പുറം ലോകം കാണിച്ചു കൊടുക്കാം. ഇവിടെ 2 ഭടന്മാരൊക്കെ ഉണ്ട് ഗൈസ് ശരിക്കും. ഒന്നവിടെ നമ്മളിവിടെ റിച്ച് ആയി മാറിയിരിക്കും. നമ്മളെ കൊള്ളയടിക്കാൻ ആൾക്കാർ വരുമ്പോ മരം സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. ഇവനെ തല്ലിയാലും ഇവനൊന്നും ചെയ്യത്തില്ല. ഇവിടെ വേറൊരുത്തനുണ്ട്. നമ്മുടെ വഴി, നമ്മുടെ രാജകീയമായി വഴി കൂടി നടക്കാൻ വേറെ ആരും അനുവദിക്കൂല. നമ്മളൊക്കെ വേറെ ആരും തന്നെ കാട് കാണിക്കാണ്ട് ഇവൻ കേറ്റൂല അല്ലേടാ? അതെ അതെ. പിന്നെ ഈ ഭാഗത്തായത് നമ്മുടെ പോർട്ടൽ ഉണ്ടായിരുന്നത്, അത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ചെറിയ തട്ടിക്കൂട്ടാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ലാൻഡേൺ കൂടി തൂക്കിട്ടാ മതി. നമുക്ക് കുറെ ബ്ലോക്ക് ഒന്നും ഇവിടെ കിട്ടൂല. നമ്മൾ സ്റ്റോൺ കട്ടറിന്റെ മേടിച്ചിട്ടൊക്കെയാണ് കുറെ ബ്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്തത് ഇവിടെ അല്ലേ? ഓക്കെ നമുക്ക് അതെ കേറാം. ഞാൻ ആ വഴി നീ പാല് കാച്ചല്, നമുക്ക് പാല് കാച്ചാവാ. ഇങ്ങനെ ഗോളം വന്ന് വീഴുന്നു. നല്ലൊരു വ്യൂ അല്ലേ? പിന്നെ മേളില് ഇവിടെയൊക്കെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ചെയ്യണം. ഓഫ് ക്യാമിൽ ഞാൻ വിചാരിച്ചിരിക്കുക. നമുക്ക് വലിയ ഐഡിയ ഇല്ല. പരിപാടികളുണ്ട് ഇന്റീരിയർ ചെയ്യാൻ. നിങ്ങൾക്ക് തരുമ്പോ ഇതാണ് നമ്മുടെ വിശാലമായ സ്ഥലം. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സത്യം പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഭാഗം കണ്ടാ ഇവിടെയാണ് നമ്മുടെ ബെഡ്. ഈ വാഴ ബെഡ് വെക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ? അതിന് വേണ്ടിട്ട് എങ്ങനെ വെച്ചാ ലൈറ്റ് ചെയ്യണ്ട ഈ പോർട്ടല്. ഇത് ലൈറ്റ് ചെയ്യാം. ലൈറ്റ് ചെയ്തോ? ആദ്യത്തെ ഒന്ന് വെക്കാം. 3 2 1 3 2 ഓക്കെ. അങ്ങനെ നമ്മുടെ ഒന്ന് അടച്ചു വെച്ചേക്കാം. അവസാനത്തെ ഒരു ഇതുമായിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്താ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യുക. പിന്നെ
അറിയാലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ദാരിദ്ര്യം. അപ്പൊ നിങ്ങൾ സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക guys. പിന്നെ ഇതേപോലത്തെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും മൾട്ടിപ്ലെയർ സീരീസ് വേണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക guys. നമുക്ക് സർവർ നല്ലത് കിട്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അത് വേറെ ഏതെങ്കിലും യൂട്യൂബറിനായിട്ട് കൊളാബ് ചെയ്യണമെങ്കിൽ അതും പറയാം അല്ലേ, നമുക്ക് വേണമെങ്കിൽ അതെ അതെ നോക്കാം. അത് പറ്റുന്ന ആളാണ് ആരെങ്കിലും ആണെങ്കിൽ. നമ്മുടെ തുപ്പലസംബി 1-ാം തീയതി വരുന്നുണ്ട് ഗൈസ്. 1-ാം തീയതി മുമ്പായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ തുപ്പലസംബി വരുന്നുണ്ട് 1-ാം തീയതി. അപ്പോൾ എല്ലാവരും അസംബ്ലിയിൽ ജോയിൻ ചെയ്യാം. ഞാൻ കസീനോ സീക്ക് ഗോൺസ് നമ്മൾ 4 പേരും കൂടിയാണ് ഓണർഷിപ്പിലാണ് നടത്തുന്നത്. എങ്ങനെ പോകുമെന്ന് പഠിച്ചവൻ അറിയാം ഗൈസ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലോണം പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും വരിക ഗൈസ്, എല്ലാവരും വന്ന് നമുക്ക് ഡ്രാഗന്റെ ഇത് എൻഡ് ഫൈറ്റ് ഒക്കെ അടിപൊളി ആക്കണം. നമുക്ക് കിട്ടും അത് എനിക്കറിയില്ല. നമുക്കിനി അടുത്തൊരു വീഡിയോ ഇട്ടാണ് ഗൈസ്. ടാറ്റ ബൈ.